this? It was right there. Jewelry is missing. What? Jewelry കാണാനില്ല ട്ടോ. ഷോപ്പിലുള്ള jewelry കാണാനില്ല sir. What? The main jewelry is missing. We've informed the police. So please don't step out of the studio. Kindly cooperate. ലാലേട്ടനെ അറിയിക്കണ്ടേ? തീർച്ചയായും sir. ചേട്ടാ ആരും കൊതിച്ചു പോകും. വിൻസ്മേര. ഹലോ എവ്രിവൺ. അപ്പോൾ എല്ലാവരെയും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വേറൊന്നുമല്ല, നമ്മുടെ പുതിയ എല്ലാവരും ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വിൻസ്മേര ജുവൽസിന്റെ പുതിയ പരസ്യമായ ലാലേട്ടന്റെ അഭിനയ മികവ് പ്രകടിപ്പിച്ച പ്രകാശ് വർമ്മയുടെ സംവിധായകവും കൺസെപ്റ്റും എന്താണ് എന്ന് പ്രകടിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന ആ ഒരു അഡ്വർടൈസ്മെന്റിനെ കുറിച്ചാണ്. നിങ്ങളിൽ പലരും ഓൾറെഡി അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക. അത് വളരെ മികച്ച ഒരു കാഴ്ചാനുഭവം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ആസ് ആൻ അഡ്വർടൈസ്മെന്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് ഞാൻ ആദ്യം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, പലരും നമ്മളുടെ ഇടയിൽ ഒരുപാട് പേർ മോഹൻലാലിന് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പോൾ മോഹൻലാലിനെ ഈ ഫാൻ ഫൈറ്റിന്റെയും ഇതിന്റെയും ഒക്കെ ഭാഗമായിട്ട് കുറെ കാലങ്ങളെ അദ്ദേഹത്തെ ഒരുപാട് കുറ്റപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് മോഹൻലാലിന് എന്താ പറയാ, ഞാൻ ആദ്യം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ പറ്റിയാണ്. അവർ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് മോഹൻലാലിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മോഹൻലാൽ താടി നീട്ടി വളർത്തുന്നത്, മറ്റേ ഒഡിയനിൽ അന്ന് ബൊട്ടോക്സ് എന്തൊക്കെ ഒരു ഇഞ്ചക്ഷൻസ് ഒക്കെ, ആ ഒരു ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ താടി മൊത്തം താഴ്ന്നു പോയിരിക്കുകയാണ്. താഴ്ന്ന് ആകെ വൃത്തികേടായതുകൊണ്ട് പിന്നെ മോഹൻലാലിന് അത് ആരെയും കാണിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് മോഹൻലാൽ താടി നീട്ടി വളർത്തുന്നത് എന്നൊരു ആരോപണം മോഹൻലാലിനെതിരുണ്ടായിരുന്നു. ആ ആരോപണത്തിന് മുനയടിച്ചുകൊണ്ട് അദ്ദേഹം താടി ട്രിം ചെയ്യുന്നു. അപ്പോൾ ആ പറഞ്ഞ ആൾക്കാരും ഒരുപക്ഷെ കുറെ കാലം അദ്ദേഹം താടി നീട്ടി തന്നെ വളർത്തുന്നത് പലരും വിചാരിച്ചിരുന്നു, പക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ആരോപണങ്ങളെല്ലാം, ആ ഒരു സംശയങ്ങളെല്ലാം കാറ്റിപ്രാപ്തികൊണ്ട് അദ്ദേഹം താടി ട്രിം ചെയ്തു. താടി ട്രിം ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകുന്നു അദ്ദേഹത്തിന്റെ താടിക്കൊന്നും പറ്റിയിട്ടില്ല, അദ്ദേഹം സ്റ്റിൽ ഗുഡ് ലുക്കിംഗ് ആണെന്നുള്ളത്. അതിനുശേഷം അദ്ദേഹം താടി ട്രിം ചെയ്ത സമയത്ത് ശബരിമല പോയൊരു സമയം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ കൂടെ തൊട്ടു പുറകിൽ ശബരിമല കയറിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ നേരിട്ട് കണ്ടാണ്, ഹി ഈസ് വെരി ഗുഡ് ലുക്കിംഗ്. ഓക്കെ, അപ്പൊ അതിനകത്തൊരു സംശയവും പറയാനില്ല. അതുപോലെ പിന്നെ ഒരു ആരോപണം കേട്ടതാണ്, മോഹൻലാലിന് പണ്ടത്തെ പോലെ അഭിനയിക്കാൻ പറ്റുന്നില്ല. അന്ന് അത് പഴയ സിനിമകൾ അഭിനയിച്ചിരുന്നത് പോലെ ഉള്ള അഭിനയം മോഹൻലാലിന് വരുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചലിക്കുന്നില്ല, മൂക്ക് ചലിക്കുന്നില്ല, ചുണ്ട് ചലിക്കുന്നില്ല, കവിള് ചലിക്കുന്നില്ല, മുടി ഇഴകൾ, അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. അപ്പോ ആ ആരോപണങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, അതുപോലെ കയറിയ ആരോപണം, മുടി ചലിക്കുന്നില്ല, അങ്ങനെ. അപ്പൊ അതിനും കുറച്ചു കാലമായിട്ട് അദ്ദേഹം ലാലേട്ടൻ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, വാക്കാലല്ലാതെ പെർഫോം ചെയ്തുകൊണ്ട്. അൾട്ടിമേറ്റ്ലി ഇവർ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു നടന്റെ കഴിവ് പിന്നെ നശിച്ചു പോവുകയോ അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി കഴിവുള്ളത് ഒരു കായിക മേഖലയൊന്നുമല്ല. അങ്ങനെ ആകുമ്പോൾ വയസ്സിനനുസരിച്ചൊരു പക്ഷേ ഒന്ന് ഡൗൺ ആയെന്ന് വരും. ഓക്കെ, അഭിനയത്തിന്റെ ആ ഒരു മികവ് പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തി, എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ ഏജ് പോകുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും എങ്ങനെ അത് പ്രതിഫലിപ്പിക്കണം എന്നുള്ളത്. അത് മോഹൻലാൽ വളരെ നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വിൻസ്മേര ജുവൽസിന്റെ ഈ ഒരു അഡ്വർടൈസ്മെന്റ്. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചു കാലത്തേക്ക് ഇനി മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മോഹൻലാൽ ഒന്നും സംഭവിച്ചിട്ടില്ല, മോഹൻലാൽ ഇസ് സ്റ്റിൽ എ കംപ്ലീറ്റ് ആക്ടർ, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതായത് ആ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിൽ എടുത്തിരിക്കുന്ന, ടെക്നിക്കലി എല്ലാ രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. നമുക്കറിയാം, വിൻസ്മേര ജുവൽസിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് മോഹൻലാൽ. മോഹൻലാലിന് ഇതിന് മുൻപേയും ഒരുപാട് അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊന്നും പ്രകാശ് വർമ്മ ആരാ സംവിധാനം ചെയ്തതെന്ന് പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇത് എല്ലാവരും ശ്രദ്ധിച്ചു. ദിസ് വാസ് ഡയറക്റ്റഡ് ബൈ മിസ്റ്റർ പ്രകാശ് വർമ്മ.
നമുക്കറിയാം പ്രകാശ് ശർമ്മ എങ്ങനെയാണ് നമുക്കൊക്കെ പരിചിതനായെന്നുള്ളത്. അദ്ദേഹം തുടരും എന്ന മോഹൻലാലിന്റെ സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിനയ മികവും ആ ഒരു റോൾ എങ്ങനെ പോർട്രേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മളെ ശരിക്കും വിസ്മയിപ്പിച്ചു. ഓക്കെ, അപ്പൊ മുതലാണ് കേട്ടു തുടങ്ങിയത് പ്രകാശ് ശർമ്മ ഒരു വളരെ വലിയ സംവിധായകനായ അഡ്വർടൈസ്മെന്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു കമ്പനി നടത്തുന്നുണ്ട് അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അദ്ദേഹം കോടികളാണ് ഇതിനുവേണ്ടി പ്രതിഫലം വാങ്ങുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിനൊക്കെ എത്രയും കോടികൾ പ്രതിഫലം വാങ്ങിയിരുന്നത് എന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് വൈസ് വളരെ മികച്ചു നിൽക്കുന്നു, അതുപോലെ തന്നെ ഡയറക്ഷൻ വൈസ് വളരെ മികച്ചു നിൽക്കുന്നു. മോഹൻലാലിനെ ഒരു അഡ്വർടൈസ്മെന്റിൽ എങ്ങനെ ഉപയോഗിക്കണോ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മോഹൻലാലിന്റെ അത് ചിന്തിക്കാൻ തന്നെ ഒരു കഴിവാണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഹിസ് ക്യാപ്പബിലിറ്റി. പ്രകാശ് ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റിൽ തീർച്ചയായും മുഴുവനായും ആ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. Now we will talk about Mohanlal's performance, how he acted. അപ്പോൾ മോഹൻലാൽ തീർച്ചയായും ലാലേട്ടൻ വളരെ മികച്ച രീതിയിൽ ആ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടുന്ന് ആ ഒരു ഹാളിലാണല്ലോ ഫസ്റ്റ് വരുന്നത്. ആ ഒരു ജ്വല്ലറി എടുത്തുകൊണ്ടുപോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരവനിൽ പോകുന്നു. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ BGM, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എത്ര ക്ലിയർ ആയിട്ട് ബ്ലെൻഡിങ് ആണ്, അത്ര ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ആ മ്യൂസിക്കിനോട് തീർച്ചയായും എന്താ പറയാ മാന്യത പുലർത്തുന്നില്ല. മാന്യത എന്നല്ല, ആ മ്യൂസിക്കിന് എന്ത് കൊടുക്കാൻ പറ്റുമോ ആ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ത്രൈണതയും അതുപോലെ തന്നെ ആണിന്റെ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ സ്ത്രൈണതയുടെ ഒരു ഡ്രോപ്പ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആ ഒരു അവിടെ ആ ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. സ്റ്റിൽ ഞാൻ ആ പരസ്യം കണ്ട ഫസ്റ്റ് അത് ഞാൻ ആ പരസ്യം കാണുന്നു, ഞാനത് 2-3 തവണയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു. സോ ഐ വാസ് എൻജോയിങ് ഇറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ ചെയ്യുന്നതിനേക്കാൾ നന്നായി ഇത് ചെയ്യാൻ, ആ ഒരു ആഭരണം അണിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മോഹൻലാലിന് കഴിഞ്ഞു, പ്രകാശ് ശർമ്മയും കഴിഞ്ഞു എന്ന് വേണം നമുക്കിതിനകത്ത് പറയാൻ. ശരിക്കും നമ്മൾ ആ ഒരു എടുത്ത് വരുന്നത് മറ്റേ കണ്ണുകൾ കൊണ്ടും ആ കൈകൾ കൊണ്ടും അറ്റ് ലാസ്റ്റ് ആ ഒരു കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതും ആ മുഖത്തുനിന്ന് ഇങ്ങനെ വെച്ചേക്കുന്നത്, അത് എന്ത് പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ശരിക്കും വേറെ ലെവലാണ് അത്. ശരിയല്ലേ? നിങ്ങൾ എന്ന് ആലോചിച്ചു, വേറെ ലെവലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പറയേണ്ടതാണ് ഈ ഒരു ആ ഒരു രീതിയിൽ മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്നു, ആ ഒരു പിന്നെ ജ്വല്ലറി ആസ്വദിക്കുന്നു. അപ്പൊ പ്രകാശ് ശർമ്മ കയറി വരുന്നു, ആ കാരവനിലേക്ക് കയറി വരുന്നു. എന്റെ മൊമെന്റ് രണ്ടുപേരും തമ്മിലുള്ള ഒരു കാണുമ്പോൾ ഒരു സീൻ ഉണ്ടല്ലോ, ആ മോഹൻലാൽ പൊട്ടിച്ചിരിക്കുകയാണ് ആ ഒരു ഇതിന്റെ അകത്ത് വന്നിട്ട്. അതൊന്നും പറയാതെ വയ്യ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. ആ ഒരു പെർഫെക്ഷൻ അവിടെയും ആ ഒരു ഇഞ്ച് ബൈ ഇഞ്ച് പെർഫെക്ഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ ഒരു അഡ്വർടൈസ്മെന്റിന് പുകഴ്ത്താതെ വയ്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സിനിമകളെ നമ്മൾ സിനിമയിലെ പെർഫോമൻസിനെ പുകഴ്ത്തുന്ന പോലെ തന്നെ ഈ ഒരു അഡ്വർടൈസ്മെന്റിനെ പുകഴ്ത്താതെ വയ്യ. ടോപ്പ് ടു ബോട്ടം എല്ലാ രീതിയിലും മികച്ചു നിന്ന ഒരു കാഴ്ചാനുഭവം തന്നെയായിരുന്നു വിൻസ്മേര ജ്വൽസിന്റെ ആ ഒരു പരസ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിൻസ്മേര ജ്വൽസിന് കിട്ടിയൊരു ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ആ ഒരു എക്സിക്യൂഷൻ പെർഫെക്റ്റ് ആയി. കാരണം പ്രകാശ് ശർമ്മനെ കൊണ്ടുവരുന്നു, പ്ലസ് മോഹൻലാൽ അവരുടെ ബ്രാൻഡ് അംബാസഡറാണ്, യൂട്ടിലൈസിങ് ദം ഇൻ എ വെരി ഗുഡ് മാനർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻസ്മേര ജ്വൽസിന്റെ പരസ്യങ്ങൾ മോഹൻലാൽ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നിട്ട് കൂടിയും അത് കൂടുതൽ മേഖലകളിലേക്ക് ഒരുപക്ഷെ പടർന്നിട്ടുണ്ടാവില്ല. ബിക്കോസ് വിൻസ്മേര ജ്വൽസ് ആണ്, ജ്വല്ലറിയാണ്. അപ്പൊ അത് അറിയാലോ, അതിൻ്റെതായിട്ടുള്ള ചില സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് അത് എത്തുള്ളൂ. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ ഈ ഒരു പരസ്യം ഈ ഒരു ലെവലിൽ വന്നപ്പോ അത് ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെ വിൻസ്മേരയുടെ ഒരു പരസ്യം കാണാത്ത ആൾക്കാർ പോലും ഈ ഒരു പരസ്യം എന്താണെന്ന് അറിയാൻ പോയി നോക്കുന്നു. അതുവഴി വിൻസ്മേരയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ എത്ര ഇരട്ടി റിട്ടേൺ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. സോ എന്താ പറയാ, കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു അഡ്വർടൈസ്മെന്റ് കാണാം. ഇറ്റ് വിൽ ബി എ വെരി നൈസ് എക്സ്പീരിയൻസ് ഫോർ യു ഓൾ. സോ പ്രകാശ് ശർമ്മ ആൻഡ് മിസ്റ്റർ മോഹൻലാൽ, ദാറ്റ് വാസ് എ മാസ്റ്റർപീസ്. അത്രയുള്ള എനിക്ക് പറയാം. സോ ഇതുവരെയുള്ള എല്ലാ വീഡിയോയിലും പറയാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് വേറൊന്നുമല്ല, ഇതുവരെ എൻ്റെ ചാനൽ കാണുന്നവർ അല്ലെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് കാണുന്നവർ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ദിസ് വീഡിയോ ഇഫ് യു ലൈക്ഡ് ഇറ്റ്,
അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സോ ഗുഡ് ബൈ.